എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എക്സാമിന്റെ സിലബസിൽ നമുക്ക് കുറെ ഏരിയാസ് പഠിക്കാനുണ്ട്. ഓരോ ഏരിയ എന്നുള്ള മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കണം. അങ്ങനെ ചെയ്താൽ ഈ ഏരിയയിലുള്ള ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൊമേഴ്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളായ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ്? ഓപ്ഷൻ എ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഓപ്ഷൻ ബി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഓപ്ഷൻ സി അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി, ഓപ്ഷൻ ഡി മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾ എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, which of the following best describes the nature of management as a science? Option A, it involves creativity and innovation. Option B, it uses systematic body of knowledge and principles. Option C, it is based on personal skills and experience. Option D, it focuses only on profit making. അതായത് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനെ ഒരു സയൻസ് ആയിട്ട് കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. മാനേജ്മെന്റ് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജും പ്രിൻസിപ്പിൾസും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ ഒരു സയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് മാനേജ്മെന്റിൽ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻസ് ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ട് അല്ലെങ്കിൽ കലയാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, ഓപ്ഷൻ ബി എൽട്ടൺ മായോ, ഓപ്ഷൻ സി FW ടൈലർ, ഓപ്ഷൻ ഡി പീറ്റർ F ഡ്രക്കർ. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാന്നാണ് ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ FW ടൈലർ ആണ്. പഠിച്ചിരിക്കണേ. ഓക്കെ, നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്? ഓപ്ഷൻ എ ലോവർ ലെവൽ മാനേജ്മെന്റ്, ഓപ്ഷൻ ബി മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഓപ്ഷൻ സി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഓപ്ഷൻ ഡി ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഓർഗനൈസേഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അഞ്ചാമത്തെ ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് വാസ് ഗിവൺ ബൈ ഓപ്ഷൻ എ മാക്സ് വെബർ, ഓപ്ഷൻ ബി ചെസ്റ്റർ ബേർണാഡ്, ഓപ്ഷൻ സി ഹെൻറി ഫയോൾ, ഓപ്ഷൻ ഡി ഹെൻറി മിൻസ്ബർഗ്. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിന്റെ അടുത്ത് നിന്ന് മാത്രം ഓർഡർ റിസീവ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്. ആരാണ്? ഹെൻറി ഫയൽ ആണ് കേട്ടോ. അപ്പൊ ഹെൻറി ഫയൽ ആണ് 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈഡിങ് ഹൗ ടു അച്ചീവ് ദം? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് ഫംഗ്ഷനിലാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതും അത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നും ഡിസൈഡ് ചെയ്യുന്നതും? ഏത് ഫംഗ്ഷൻ ആണ്? പ്ലാനിങ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ലീഡിങ്ങും കൺട്രോളിങ്ങും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, പലതരത്തില് ആ ഭാഗത്തുനിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഏഴാമത്തെ ചോദ്യം, management is considered as an art because option A, it is based on logic. Option B, it involves personal skills and creativity. Option C, it is taught in business schools. Option D, it is measurable. അതായത് മാനേജ്മെന്റിനെ ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത് അല്ലെ? എന്തുകൊണ്ടാണ്? മാനേജ്മെന്റില് പേഴ്സണൽ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ആവശ്യമാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു ആർട്ടായിട്ട്, അതായത് കലയായിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം, which of the following is not a principle of management as per Henry Fayol? Option A, division of work. Option B, scalar chain. Option C, unity of direction. Option D, theory X and theory Y. അതായത്
മാനേജ്മെന്റ് 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയലാണ്. അപ്പൊ ആ 14 പ്രിൻസിപ്പിൾസിൽ വരാത്ത പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസും ഹെൻറി ഫയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡഗ്ലസ് മക്ഗ്രെഗോർ ആണ്. അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലെ? ദെൻ 9ാമത്തെ ചോദ്യം, ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് വാസ് മെയിൻലി പ്രൊമോട്ടഡ് ബൈ ഓപ്ഷൻ എ FW ടൈലർ, ഓപ്ഷൻ ബി ഹെൻറി ഫയൽ, ഓപ്ഷൻ സി എൽട്ടൺ മായോ, ഓപ്ഷൻ ഡി എബ്രഹാം മാസ്ലോ. അതായത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എൽട്ടൺ മായോ ആണ് കേട്ടോ. ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിലേഷൻ ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് പ്രൊമോട്ട് ചെയ്തത് എൽട്ടൺ മായോ ആണ്. പഠിച്ചിരിക്കണേ. ഇനി 10ാമത്തെ ചോദ്യം, പീറ്റർ ഡക്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, ഓപ്ഷൻ ബി ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, ഓപ്ഷൻ സി മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ ഡി സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പൊ പീറ്റർ ഓഫ് ഡ്രക്കറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് MBO അഥവാ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ MBO ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ ഓഫ് ഡ്രക്കർ ആണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ് MBO കേട്ടോ. 11ാമത്തെ ചോദ്യം, which of the following best describe scalar chain? Option A, delegation of authority. Option B, line of authority from top to bottom. Option C, horizontal communication. Option D, unity of direction. അതായത് സ്കാലാർ ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഹയർ ലെവലിൽ നിന്ന് ഏറ്റവും ബോട്ടം ലെവൽ വരെയുള്ള ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഓപ്ഷൻ എ FW ടൈലർ, ഓപ്ഷൻ ബി പീറ്റർ ഓഫ് ഡ്രക്കർ, ഓപ്ഷൻ സി ഹെൻറി ഫയൽ, ഓപ്ഷൻ ഡി ചെസ്റ്റർ ബർണാർഡ്. അപ്പൊ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി ഫയൽ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ ഓരോ എക്സ്പേർട്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. ഓക്കെ, 13ാമത്തെ ചോദ്യം, ദ ഹോത്രോൺ സ്റ്റഡീസ് വെർ കണ്ടക്ടഡ് ബൈ ഓപ്ഷൻ എ ഹെൻറി ഫയൽ, ഓപ്ഷൻ ബി എൽട്ടൺ മായോ, ഓപ്ഷൻ സി മാക്സ് വെബർ, ഓപ്ഷൻ ഡി ഹെർബർട്ട് സിമൺ. അതായത് ഹോത്രോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് ആരാണ്? ഹോത്രോൺ എന്ന് പറയുന്ന പ്ലാന്റില് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് ആരാന്നാണ് ചോദിച്ചത്. ആരാണ്? എൽട്ടൺ മായോ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 14ാമത്തെ ചോദ്യം, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അസൈനിങ് ഡ്യൂട്ടീസ്? ഓപ്ഷൻ എ പ്ലാനിംഗ്, ഓപ്ഷൻ ബി ഓർഗനൈസിംഗ്, ഓപ്ഷൻ സി സ്റ്റാഫിംഗ്, ഓപ്ഷൻ ഡി കൺട്രോളിംഗ്. അതായത് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഡ്യൂട്ടീസ് എംപ്ലോയീസിന് അസൈൻ ചെയ്യുക. ഇത് ഏത് മാനേജ്മെന്റ് ഫംഗ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓർഗനൈസിംഗ് ആണ് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഹു സെഡ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ? ഓപ്ഷൻ എ പീറ്റർ ഡ്രക്കർ, ഓപ്ഷൻ ബി കൂൺസ് ആൻഡ് ഒട്ടണൽ, ഓപ്ഷൻ സി മാരി പാർക്കർ ഫോലറ്റ്, ഓപ്ഷൻ ഡി ഹെൻറി ഫയൽ. അതായത് മാനേജ്മെന്റ് ഒരു ഡെഫിനേഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു കലയാണ് എന്ന് പറഞ്ഞത് ആരാന്നാണ് ചോദിച്ചത്. ഇത് മാരി പാർക്കർ ഫോലറ്റിന്റെ വേർഡ്സ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പൊ ഓരോ എക്സ്പേർട്ടുകളും മാനേജ്മെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണേ. സമയം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ഏരിയയിൽ നിന്നുള്ള മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കണം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.